ജിൽസി, അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ബാക്കി നടപടി ക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയായിരിക്കും. ജിൽസി, കുറച്ചു നേരം കൂടെ ഒന്ന് കാത്തിരുന്നാൽ നമുക്കിവിടെ വാർഡ് മെമ്പറൊക്കെ ഉണ്ട്. പിന്നെ അക്ഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പുലർച്ചെയോടെയാണ് അക്ഷയുടെ ഈ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ തന്നെ ഈ വാർഡ് മെമ്പർ ഈ അപകടവുമായി അപ്പോൾ തന്നെ ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്തായിരുന്നു സംഭവിച്ചത്? ആ സംഭവ സമയത്ത് തന്നെ ഇവിടെ ഇപ്പൊ ഇന്നലെ പയ്യന്മാർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പം കാറ്ററിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ അടുത്ത് നിന്നൊരു മരം ഈ പൊടി നമ്മൾ ഈ പോസ്റ്റിലേക്ക് വീഴുകയും ഈ പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് വീഴുകയും ചെയ്തു. അപ്പോൾ ഇവർ ബൈക്കിൽ വരുന്ന സമയത്ത് ഈ പൊട്ടിക്കിടന്ന ഈ കമ്പിയിൽ തട്ടിയാണ് ഒരു അപകടം സംഭവിച്ച കുട്ടി മരണപ്പെട്ടത്. രണ്ടുപേർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ മഴയുടെ ഒരു കാലമാണല്ലോ, അപ്പോൾ മഴയും കാറ്റും ശക്തമായ സമയത്ത് പഞ്ചായത്തിൽ മരങ്ങളൊക്കെ വെട്ടണം എന്നുള്ള ഒരു നിയമമില്ല. ഒരു ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് കമ്മിറ്റി നമുക്കുണ്ട്. ആ കമ്മിറ്റി കൊണ്ട് നമുക്ക് അപകടാവസ്ഥയിൽ മരങ്ങൾ മുറിച്ച് മാറ്റുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വകാര്യ വ്യക്തികളുടെ മരങ്ങൾക്ക് സ്വകാര്യ വ്യക്തി നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് 4 മാസം അറിയിപ്പ് നമ്മൾ കൊടുത്തതാണ് ഈ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടി. അപ്പോൾ കക്ഷി അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ സഹകരിക്കാൻ തയ്യാറാത്ത ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കുകയാണ്. അതെ, അതാണ് സംഭവിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം നമുക്ക് മുന്നോട്ട് പോകുന്നത് ചെയ്യും. ഇനി ഇങ്ങനെ ഒരു അപകടം നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ല. ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക? ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ കക്ഷിയുടെ ബാക്കിയുള്ള ഈ മരങ്ങൾ കൂടി മാറ്റുന്നതിനും ബാക്കി നമ്മൾ ആലോചിച്ച് തീരുമാനം അറിയിക്കും എന്താന്നുള്ളത്. ജിൽസി, ഈ ഒരു പറമ്പുള്ളത് ഒരു സ്വകാര്യ വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണുള്ളത്. ഈ 4 മാസം മുൻപ് തന്നെ പഞ്ചായത്ത് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇത്തരത്തിൽ മഴയുള്ള സാഹചര്യത്തിൽ ചില്ലകൾ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ആ നടപടി സ്വീകരിക്കാത്ത ഒരു അനാസ്ഥയാണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടത്തിലേക്കും അക്ഷയ് എന്ന ഒരു 19-കാരന് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും നയിച്ചത്. അപ്പോൾ തക്കതായ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മളോട് പറയുകയുണ്ടായത്. ജിൽസി.